ഒരു എഞ്ചിനെ സംബന്ധിച്ച് എഞ്ചിൻ ഓയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ഹായ് ഓൾ, വെൽക്കം ടു KHRD ഓൺലൈൻ ലേണിംഗ് ചാനൽ. അപ്പോൾ ഇന്ന് വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ബൈക്കിൻ്റെ എൻജിൻ ഓയിൽ എങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ എല്ലാ വാഹനങ്ങളിലും എൻജിൻ ഓയിലുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എൻജിൻ ഓയിൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻജിനിലെ പാർട്സിനെ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഒരു എൻജിനെ സംബന്ധിച്ച് എൻജിൻ ഓയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അപ്പോൾ എൻജിൻ ഓയിൽ കീപ്പ് ചെയ്യേണ്ട ഒരു മിനിമം ലെവൽ അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ മിനിമം ക്വാണ്ടിറ്റി ഓഫ് ഓയിൽ എപ്പോഴും നമ്മുടെ എഞ്ചിനിൽ ഉണ്ടായിരിക്കണം. കാരണം എഞ്ചിനുള്ളിലുള്ളതെല്ലാനും മെറ്റാലിക് കമ്പോണൻസ് ആണ്. അപ്പോൾ ഈ മെറ്റൽസ് തമ്മിൽ റബ്ബ് ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫ്രിക്ഷൻ കാരണം അതിൽ ഹീറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഹീറ്റ് കൂടിക്കഴിയുമ്പോൾ ഈ മെറ്റാലിക് പാർട്സ് ചിലപ്പോൾ ജോയിൻ ആവും, വെൽഡായി പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഈ പിസ്റ്റം പിടിച്ചു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതെന്ന് കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ള ആളുകൾ ആ വീഡിയോ കാണുക. ലിങ്ക് നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കൃത്യമായ ഇടവേളകളിൽ എഞ്ചിൻ ഓയിൽ നമ്മൾ റീപ്ലേസ് ചെയ്യണം. കാരണം ഒരുപാട് നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസിൽ ചേഞ്ച് വരാം. അതിൻ്റെ വിസ്കോസിറ്റിയിൽ ചേഞ്ച് വരാം, അതിൻ്റെ കൂളിംഗ് ഇഫക്റ്റിൽ ചേഞ്ച് വരാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഒരു 2 വീലറിൻ്റെ ഓയിൽ എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹീറോ ഹോണ്ട ഗ്ലാമറിൻ്റെ ഓയിൽ എങ്ങനെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നോക്കാം. കൃത്യമായ ഇടവേളകളിൽ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യുക, ടോപ്പപ്പ് ചെയ്യുക. ഇനി എൻജിൻ ഓയിൽ മോശമായിട്ടുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ഒരുപാട് കിലോമീറ്റേഴ്സൊക്കെ ഓടിക്കഴിയുമ്പോൾ എൻജിൻ ഓയിലിൻ്റെ കളറും അതിൻ്റെ വിസ്കോസിറ്റിയൊക്കെ ചേഞ്ച് ആവും. അപ്പോൾ നമുക്ക് ഈ വണ്ടിയിൽ എൻജിൻ ഓയിൽ എങ്ങനെയാണ് മാറുക നോക്കാം. ഓയിൽ ചേഞ്ച് ചെയ്യാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ എൻജിനിലുള്ള മോശമായ ഓയിലിനെ കളയുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി എൻജിന് താഴെ അല്ലെങ്കിൽ എൻജിൻ്റെ സൈഡിലായിട്ട് ഒരു ഡ്രെയിൻ നെറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് അഴിച്ച് മാറ്റുക. അപ്പോൾ എൻജിന് താഴെയായിട്ട് ഇതേപോലൊരു ട്രേ വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ ഈ ഫ്ലോറിലെല്ലാനും ആകും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനാണ് നമ്മളൊരു ട്രേ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിലെ ഡ്രെയിൻ നെറ്റ് വരുന്നത്. അപ്പോൾ അതൊരു 70 mm ബോൾട്ടാണ്. അപ്പോൾ അത് നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് 17 mm ഒരു ബോക്സ് സ്പാനറും ഒരു ടീ റോഡുമാണ്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഒരു റിംഗ് സ്പാനർ ഉണ്ടെങ്കിലും നമുക്കത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എഞ്ചിനിൽ നിന്ന് ഓയിൽ പുറത്തേക്ക് വരുന്നതാണ്. അപ്പോൾ നമ്മളുടെ എഞ്ചിനിലെ ഓയിൽ ഫുള്ളായിട്ട് നമ്മൾ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് നമ്മളുടെ ഡ്രെയിൻ നെറ്റ് തിരിച്ച് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഡ്രെയിൻ നെറ്റ് നമ്മൾ ഊരിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഡ്രെയിൻ നെറ്റിന് കൂടെ ഒരു വാഷർ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ വാഷറിൻ്റെ കണ്ടീഷൻ നോക്കുക. അപ്പോൾ നമ്മളുടെ ഡ്രെയിൻ നെറ്റിലെ വാഷർ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമ്മളത് റീപ്ലേസ് ചെയ്തിട്ടില്ല. ഇനി വാഷർ മോശമാണ് എങ്കിൽ വാഷർ കൂടെ റീപ്ലേസ് ചെയ്യാം. പുതിയ ഓയിൽ നമ്മളുടെ എഞ്ചിനിലേക്ക് ഒഴിക്കാം. അപ്പോൾ അതിന് ചെയ്യേണ്ടത്, ഇപ്പോൾ എഞ്ചിൻ്റെ ഈ സൈഡ് കവറിലായിട്ട് ഇവിടെ ഒരു ഓയിൽ ക്യാപ്പ് ഉണ്ട്, അതിനെ നമ്മൾ അഴിക്കുക. അപ്പോൾ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി വാങ്ങിയിരിക്കുന്ന ഓയിൽ ഇതാണ്, ഹോണ്ട പൈലറ്റ് 40. അപ്പോൾ എക്സ്ട്രാ പ്രീമിയം 4 സ്ട്രോക്ക് എഞ്ചിൻ ഓയിലാണത്. അപ്പോൾ അത് 900 ml ആണ് ഒരു ബോട്ടിൽ വരുന്നത്. അപ്പോൾ നമ്മളുടെ വണ്ടിക്ക്, നമ്മുടെ ഹീറോ ഹോണ്ട ഗ്ലാമറിന് വേണ്ടത് 900 ml ആണ് ഓയിൽ റീപ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഓരോ വണ്ടികളുടെ അനുസരിച്ച് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അത് മാനുഫാക്ചറുടെ സ്പെസിഫിക്കേഷൻ നോക്കുക. അതിനനുസരിച്ച് വേണം ഓയിൽ വാങ്ങാനും എത്ര ക്വാണ്ടിറ്റി നമ്മൾ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കാനും. നമ്മളുടെ പുതിയതായിട്ട് വാങ്ങിയ എഞ്ചിൻ ഓയിൽ നമ്മുടെ എഞ്ചിനിലേക്ക് ഒഴിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓയിൽ റീപ്ലേസ് ചെയ്തു. ഇനി നമ്മളുടെ ഓയിൽ ക്യാപ്പ് തിരിച്ച് ഫിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കണ്ടത് ഒരു ഹീറോ ഹോണ്ട ഗ്ലാമർ എന്ന് പറയുന്ന ബൈക്കിൻ്റെ എഞ്ചിൻ ഓയിൽ റീപ്ലേസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു, അതിൽ നമ്മൾ ഡ്രെയിൻ ചെയ്തെടുത്ത ഓയിൽ, അതിൻ്റെ കളർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, അത് ബ്ലാക്ക് കളറായിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ആ എഞ്ചിനുള്ളിലുള്ള അഴുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലേക്ക് വരുമ്പോഴാണ്. ഓക്കെ, ഒരു ക്ലീനിങ്
ഏജൻറ്റ് കൂടിയാണ് നമ്മളുടെ ഈ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി നമ്മൾ പുതിയതായിട്ട് ഓയിൽ ഒഴിക്കുന്നത് കണ്ടു. ചില ബൈക്കുകളിൽ ഓയിൽ ഫിൽറ്ററുകൾ വരാറുണ്ട്. പൾസർ 200NS, 200AS, AS 150, AS 200, ഡൊമിനർ, KTM ഡ്യൂക്ക് അങ്ങനെയുള്ള വാഹനങ്ങളിലൊക്കെ ഓയിൽ ഫിൽറ്ററുകൾ കൂടെ വരുന്നുണ്ട്. അപ്പോൾ എൻജിൻ ഓയിൽ റീപ്ലേസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ആ ഓയിൽ ഫിൽറ്ററുകൾ കൂടെ റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതേപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.